അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയങ്ങാടി നേർച്ച ഒരാളെ കൂടെ എന്തായി കൊണ്ടുപോയി. പണ്ട് സമദാനി ഉസ്താദ് പറഞ്ഞ അത് ഓർമ്മയിൽ വരികയാണ്. ഈ ഖബറ് സിയാറത്തി എന്നുള്ളത് അത് മരണത്തെക്കുറിച്ച് ഓർക്കാനുള്ളതാണ്, അല്ലാണ്ട് പുതിയങ്ങാടി ആന ചവിട്ടി മരിക്കാനുള്ളതല്ല എന്ന് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദ് അന്ന് പറഞ്ഞിരുന്നു. മനസ്സിലാവുണ്ടോ? പക്ഷെ അതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്താവും, ഇതിങ്ങനെ ഓരോരോ നേർച്ചയ്ക്കും എന്താവും, 2 3 വെച്ച് പോകും. ഇത് പോകുന്നത് പാവങ്ങളാണല്ലോ, എവിടെ നിന്നോ വന്നു പോകുന്ന ആളുകളാണ് പോകുന്നത്. സത്യത്തിൽ ഇത് പോകേണ്ടവരാരെന്നറിയോ? ഇത് നടത്തുന്ന കമ്മിറ്റിക്കാരുണ്ടല്ലോ. ഇതിനു വേണ്ടി രാപ്പകലെ കഷ്ടപ്പെട്ട് പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചെടുത്ത് ഇത് നടത്തുന്ന കമ്മിറ്റിക്കാരുണ്ടല്ലോ. അബ്ദുറഹ്മാൻ കുട്ടി, ഇന്ന മുഹമ്മദ്, ഇന്ന സൈദലവി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കതറിന്റെ ഷർട്ടൊക്കെ ഇട്ട് തലപ്പാവൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ. ഓന്റെ പെരയിലേക്ക് ഒരു ആന കടഞ്ഞു പോയിട്ട് അവിടെ നിന്ന് 1 2 പോകണം. അപ്പോൾ അവർക്ക് തിരിയും. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോ പടച്ചോന്റെ അടുത്ത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ലോ, ആണോ? ഒരിക്കലും അല്ല. എന്താ കിട്ടുക? ഇതിന് ദീനുമായിട്ട് ബന്ധമുണ്ടോ? ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ? അരിയാഹാരം കഴിക്കുന്ന ആർക്കറിയാത്തത് ഇത് ദീനുമായിട്ട് ബന്ധമില്ലാത്താണെന്നുള്ളത്? അതിന് കമ്മിറ്റിക്കാര് ചില പണ്ഡിതന്മാരെ കൂട്ട്. ഞാൻ തന്നെ ഒരിക്കൽ ലീവിന് പോയപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ ഒരു നേർച്ചന്റെ ഇതിൽ കൂടിയാണ് പോയത്. അപ്പൊ അതില് ബൈക്കൊന്ന് സൈഡായിട്ട് എന്താ സംഗതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാ. അപ്പൊ ഇങ്ങനെ ആനകൾ ഇങ്ങനെ നിരക്കല വരിവരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒക്കെ കള്ളും വെള്ളത്തിലേക്കാണ്. അതിന് പാപ്പാമാരും പിന്നെ ശിങ്കാരിമാരും കൊട്ടാനായിട്ട്, ചണ്ട ബാൻഡ് സെറ്റ് കൊട്ടാനായിട്ട് വേറെ ഒരു ടീം ഇങ്ങനെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് അതിലേക്ക് ഒരു ഉസ്താദ് വരിക. കമ്മിറ്റിക്കാരുടെ നിർദ്ദേശപ്രകാരം ഉസ്താദിനെ വിളിക്കി. അങ്ങനെ ഉസ്താദ് വന്നു. എന്നിട്ട് ആ ഒരു തോന്നിയവാസത്തിന്റെ നടു റോട്ടിൽ വെച്ചിട്ട് അങ്ങോട്ട് ദ്വാരക്കാണ്. ഹദ്റത്ത് റൂഹ് നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് അതിന് ആരാണ് ആമീൻ പറയാൻ വരുന്നത്? വയറും കാണിച്ച് മാറിന്റെ ആകൃതി പുറത്ത് കാണിച്ചിട്ട് ഇങ്ങനെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക പെണ്ണുങ്ങള്. അസ്തഗ്ഫിറുല്ലാഹ്. അവിടെയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പോയി ഹയാത്ത്. അത് അവിടെയും ചെല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇമാതിരി തെണ്ടിത്തരം നടക്കുന്ന അവിടെ ദോരക്കാൻ പോകുന്ന പണ്ഡിതന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ആ തലപ്പാവ് ഊരി വെച്ചിട്ട് വല്ല കള്ള് ഷാപ്പിൽ പണിക്ക് പോകുന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? കള്ള് ഷാപ്പിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യുക, കള്ള് വിളമ്പി കൊടുക്കുക ആൾക്കാർക്ക്. എന്നിട്ട് ഓരെന്തിനും പൈസ തരുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ജീവിച്ചോ. ഇതിനേക്കാളും നല്ലത് അതാണ്. ഇതും തെറ്റാണ്, അതും തെറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്താ കാലം പോയ പോക്കേ. കമ്മിറ്റിക്കാരുടെ നിർദ്ദേശമാണ് ഞങ്ങൾക്ക് ഇവിടെ ദോറതേ പറ്റൂ, എങ്കിലേ നിങ്ങൾക്ക് ഇവിടെ പണിയുള്ളൂ എന്നൊരു അബ്ദുറഹ്മാൻ കുട്ടിയോ അല്ലെങ്കിൽ സയ്യിദ് അലി ആരോ പറയണമെന്നുണ്ടെങ്കിൽ പോടാന്ന് തന്നെ പറയണം. അവിടെ ആദരവില്ല, ബഹുമാനമില്ല. ഇപ്പോയി എന്റെ പണി നോക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവിടെ നിന്ന് സല്യൂട്ട് അടിച്ചിട്ട് രാജി വെച്ചിട്ട് ഇസ്ലാമിക രീതിയിൽ പോകുന്ന പള്ളികളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അനിസ്ലാമികമായ രീതിയിൽ നേർച്ച നടത്തുന്ന, അതിനുവേണ്ടി തോന്നിയവാസം കാണിക്കുന്ന അവിടെ പോയിട്ട് ദോരക്കാനുള്ളതല്ല നിങ്ങളുടെ പദവി. അതിന് പോകുന്ന പണ്ഡിതന്മാരോടെ പറയേണ്ടുള്ളത്. അതിന് പോകുന്ന പണ്ഡിതന്മാരോടാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കമ്മിറ്റിക്കാർ പറയുന്നതൊക്കെ അങ്ങോട്ട് അനുസരിക്കണമെന്നില്ല. ദീൻ എന്താണെന്നുള്ളത് പഠിച്ച ആളുകളാണല്ലോ നിങ്ങൾ, ബിരുദെടുത്ത ആളുകളല്ലേ. അതിലല്ലേ പള്ളിയിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുക. അത് ദീന്യപരമായിട്ടല്ലാതെ അനിസ്ലാമികമായിട്ട് എന്ത് നടക്കുന്നുണ്ടോ അതിന്ന് വിട്ടു നിൽക്കണോ? പറ്റൂലേ? എന്ത് ചെയ്യുക? മാസലാം പറഞ്ഞിട്ട് പോവുക. ഒരു മുസ്ലിമായ വ്യക്തിക്ക് ഇത്തരം രീതിയിൽ നേർച്ച നടത്താൻ പറ്റുമോ? ഒരു മുസ്ലിം ആണെന്ന് തന്നെ പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് പറ്റൂല എന്നുള്ളതാണ്. ഒരു ഇസ്ലാമിന്റെ ദാരിൽ നിന്നും പുറത്തു പോയവരാണ്. അങ്ങനെ പുറത്തു പോയവർക്ക് മാത്രമേ എന്താവുള്ളൂ, ഇത്തരം തോന്നിയവാസത്തില് ഹറാം പുറപ്പോടെ കൂടി തെണ്ടിത്തരത്തിൽ ഇസ്ലാമിന്റെ പേരിൽ നേർച്ച നടത്താൻ കഴിയുള്ളൂ. അവർക്ക് ദീനുമായിട്ട് ബന്ധമില്ല, ഇസ്ലാമായിട്ട് യാതൊരു പുലബന്ധം പോലുമില്ല. ഇനി പള്ളിയുടെ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, ഇന്ന ആളാണ്, ഇന്ന ഹാജിയാരുടെ പേരക്കുട്ടിയാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് പറയുന്നതിന്റെ തെളിവ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട്, മഹത്തുക്കളായ ഔലിയാക്കന്മാരോട് ജീവിതത്തിൽ ദീനീയപരമായിട്ട് 100% കീപ്പ് ചെയ്ത് ഒരു ഹറാമെന്നല്ല കറാഹത്ത് പോലും ചെയ്യാതെ മരണപ്പെട്ടുപോയ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ
അവരെ ആദരിക്കാൻ ബഹുമാനിക്കാൻ കഴിയാത്ത ആളുകൾ എങ്ങനെയാണ് പിന്നെ മുസ്ലിം ആവുക? എന്താണ് ഇസ്ലാമിക വിശ്വാസം? എന്താണ് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും അനുസരിച്ച് അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള, ആരാധനക്കർക്കൻ അള്ളാഹു മാത്രമാണെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്, പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നതിന്റെ വിശ്വാസങ്ങളും അതിന്റെ ആദർശങ്ങളും ആശയങ്ങളൊക്കെ എന്താണ്? അപ്പൊ അത് എവിടെ കോംപ്രമൈസ് ചെയ്തിട്ട് തെണ്ടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നുവോ ആ സ്ഥലത്ത് എന്തായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളതാണ്. അതിൽ മാറ്റമൊന്നുമില്ല. അതിലിപ്പോ അതിന്റെ പേരിൽ ഇനിയിപ്പോ നമ്മൾ പുതിയ 10 പറഞ്ഞുകൊണ്ട് ആരും രംഗത്ത് വരുമൊന്നും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും അനുവദിച്ചു കൂടാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ തലപ്പാവ് കെട്ടിയിട്ടുണ്ട്, ജുബ്ബട്ടിട്ടുണ്ട്, കോട്ടിട്ടിട്ടുണ്ട്. ഞാൻ ഹാജിയാറിന്റെ പേരക്കുട്ടിയാണ്. ഹാജിയാറിന്റെ മോളെ വിവാഹം ചെയ്ത ആളാണ്. 2 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആളുടെ മരുമോനാണ്. എന്താണ് കാര്യമുള്ളത്? പോയി പണം നോക്കാൻ പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് പടച്ചോനടുത്ത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പോക്കറ്റ് വീർപ്പിക്കാനുള്ള ഏക മാർഗം അല്ലാണ്ട് അതിന് ദീനുമായിട്ട് ബന്ധമില്ല. ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അനാചാരങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് ചണ്ടയോ പാൻ്റെ സെറ്റും ഗാനമേലും ഒക്കെ കഴിഞ്ഞിട്ട് പറയാ അവിടുത്തെ ഔലിയാന്റെ കൃപ കൊണ്ട് നേർച്ച ഗംഭീരമായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്താ അതിനൊക്കെ പറയാ? എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അള്ളാഹു താല സൽബുദ്ധി തരട്ടെ എന്നേ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഔലിയാന്റെ സഹായം കൊണ്ട് എഴുന്നള്ളത്ത് നടത്താനും ബാൻഡ് സെറ്റ് കൊട്ടാനും ചണ്ട കൊട്ടാനും കള്ളും വെള്ളവും കുടിച്ചിട്ട് ചാടിക്കളിക്കാനും തോന്നിയ വാസം ഹറാം പറപ്പൊക്കെ കാറ്റിക്കൂട്ടിട്ട് പറയാൻ ഔലിയാന്റെ സഹായം കൊണ്ട് നേരത്തെ ഗംഭീരായിരുന്നു. എന്തപ്പോ ചെയ്യാ? അള്ളാഹു താല സൽബുദ്ധി കൊടുക്കട്ടെ, ബുദ്ധി തുറക്കാൻ ഭാഗ്യം ചെയ്യട്ടെ എന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇത് നടത്തുന്ന അവന്മാരാരായാലും വേണ്ടില്ല, പടച്ചോന്റെ അടുത്ത് എന്താവൂല, നിങ്ങൾക്ക് ഒരു പ്രതിഫലം കിട്ടൂല. നരകം എരന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നു റബ്ബിനോട് എന്നല്ലാതെ ഒരു പ്രതിഫലവും പടച്ചോന്റെ അടുത്ത് കിട്ടൂല. മനസ്സിലാവുന്നുണ്ടോ? അതിന് കബറിൽ അനുഭവിക്കുക തന്നെ വേണ്ടി വരും. ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. അതങ്ങനെ ചെയ്യേണ്ടി വന്നു. മതസൗഹാർദ്ദമാണ്, ഞങ്ങളുടെ അത് നിലനിൽപ്പാണ്. എങ്ങനെ ന്യായീകരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കുത്തിത്തിരിക്കേറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യുക? ചിന്തിക്കുക. അള്ളാഹു താല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.